ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ. എൻ്റെ എല്ലാ ദിവസവും ഒന്നും കാണിക്കാൻ വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ചൂലെടുത്ത് ഇറങ്ങും. അപ്പോൾ ഞാനും ചേച്ചിയും കൂടെ മിറ്റൊക്കെ അടിക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഷെയർ ചെയ്തിട്ടൊക്കെ അടിക്കാറ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് റൂമിൽ വന്നിട്ട് ബെഡൊക്കെ ഒന്ന് നേരെ കുടഞ്ഞ് വൃത്തിയിലൊന്ന് വിരിച്ചിടും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ അതൊക്കെ തന്നെ ചെയ്യാറ്. രാവിലെ അടിക്കലും തുടയ്ക്കലും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ അടുക്കളയിൽ കയറാറ്. അപ്പോഴേക്കും അമ്മ നമ്മുടേതായ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ അത് ഏട്ടൻ പാല് മേടിക്കാൻ പോകുന്നതാണ് ഇപ്പോൾ കാണുന്നത്. ഏട്ടൻ രാവിലെ ഞങ്ങൾ സൊസൈറ്റിയിൽ നിന്ന് പാല് മേടിക്കാം. അപ്പോൾ ഏട്ടൻ സൊസൈറ്റി പോയിട്ട് പാല് മേടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ നൂൽപ്പെട്ടും സ്റ്റൂ ഉണ്ടാക്കുന്നത്. എനിക്ക് ഇവിടുത്തെ നൂൽപ്പെട്ട് സ്റ്റൂ നല്ല ഇഷ്ടമാണ് കേട്ടോ. ഒരു ക്യാരറ്റും പച്ചപ്പട്ടാണിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു കറി, അത് നല്ല രസമാണ് ഉണ്ടാക്കണത്. എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് അതാണ് ഉണ്ടാക്കണത് കേട്ടോ. പിന്നെ ഞായറാഴ്ച ദിവസമാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഞാൻ അവിടെ ഫോൺ ഇങ്ങനെ ഓണാക്കി വെച്ചിട്ട് കണ്ടിട്ട് ഏട്ടൻ ഓടുക കേട്ടോ. അത് കണ്ടിട്ട് അവൻ നേരെ കയറി വരുമ്പോൾ അത് കണ്ടു. അപ്പോൾ അത് കണ്ടപ്പോൾ ഏട്ടൻ പിന്നെയും തിരിച്ച് ഓടുകയാണ്. പിന്നെ രാവിലെ തുടയ്ക്കുന്നതും അപ്പോൾ ഞാനെല്ലാം എന്തൊക്കെ ചെയ്യുക രാവിലെ എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ വീഡിയോ ഒക്കെ കാണിക്കുന്നത്. അപ്പോൾ അമ്മ ചായ വെച്ചുകൊണ്ടിരിക്കുക. എൻ്റെ ചായ ഏട്ടൻ കുടിക്കാറില്ല കേട്ടോ. ഞാൻ വെച്ച ചായ ഒന്നും ഏട്ടന് ഇഷ്ടമല്ല. അപ്പോൾ അമ്മ തന്നെയാണ് ഏട്ടന് ചായ വെച്ച് കൊടുക്കുക. അപ്പോൾ ആ ചായ വയ്ക്കണ പരിപാടിയിൽ അമ്മ. പിന്നെ ഇത് ഞങ്ങളുടെ അമ്പു കേട്ടോ കുരയ്ക്കുന്നത് കൂട്ടിൽ നിന്നിട്ട്. പിന്നെ ഏട്ടൻ വന്ന് ചായയൊക്കെ കുടിക്കുന്നുണ്ട്. ചായ എടുത്ത് രാവിലെ ഏട്ടന് 2-3 ചായ വേണം. വെറും ചായ തന്നെ 2 പറഞ്ഞാൽ രാവിലെ കുടിക്കും. പിന്നെ ഞങ്ങൾ സ്റ്റൂ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അമ്മ അടുപ്പത്ത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്നൊരു അമ്പലത്തിൽ പോകാൻ നിൽക്കുക. ഞങ്ങളിന്ന് തൃക്കടീരി മൂന്നുമൂർത്തി ക്ഷേത്രത്തിൽ പോകാൻ നിൽക്കുക കേട്ടോ. അപ്പോൾ ഞാനും ചേച്ചിയും ഏട്ടനും കൂടെ പോകുന്നത്. അപ്പോൾ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാനൊരു ചെറിയൊരു വീട് ഇങ്ങനെ എടുത്തപ്പോൾ കാണണം കേട്ടോ. അതാണ് അമ്പലം കേട്ടോ. അമ്പലത്തിൻ്റെ അവിടേക്ക് എത്താറാകുമ്പോൾ ഉള്ളൊരു വ്യൂ ഞാൻ എടുത്തത്. ഞാൻ ആദ്യമായിട്ട് അങ്ങോട്ട് ഈ അമ്പലത്തിൽ പോകണം ഞാൻ ആദ്യമായിട്ടോ കേട്ടോ. അപ്പോൾ ആ അമ്പലത്തേക്ക് എത്തുമ്പോൾ ഉള്ളൊരു വ്യൂ ഞാൻ എത്താറായോ അമ്പലം എത്താറായോ എന്ന് ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ എത്തുമ്പോൾ ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമ്പലം ഇതാട്ടോ, നല്ല രസമുണ്ട് അല്ലേ, നല്ലൊരു പഴയ ഒരു വൈബ്, നല്ല ട്രഡീഷണൽ. ഇപ്പോൾ ഒക്കെ ഇങ്ങനെ അമ്പലങ്ങളൊക്കെ പുതുക്കി പണിതിട്ട് വേറെ ഒരു ഇതല്ലേ ഉണ്ടാവും. അത് പഴയൊരു ഇതിൽ തന്നെ എപ്പോഴും നിൽക്കുന്നുണ്ട്. അവിടെയൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ വഴിപാടൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ അവിടെ. അപ്പോൾ ഏട്ടൻ എല്ലാവരുടെ പേരിലും വഴിപാടൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. ഇതായിട്ട് അമ്പലം കാണാൻ നല്ല രസമുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി. എന്തായാലും ആദ്യമായിട്ട് അങ്ങോട്ട് വരുന്നത്. ഇങ്ങനെ ആ മതിലും ചുറ്റുമതിലൊക്കെ കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഞങ്ങൾ അമ്പലമൊക്കെ തൊഴുതിറങ്ങി. അമ്പലത്തിലൊക്കെ തൊഴുതിറങ്ങിയിട്ട് പോകുമ്പോൾ തന്നെ അത് നോട്ട് ചെയ്ത് വെച്ചായിരുന്നു കേട്ടോ. പോണ വഴിക്ക് ഇങ്ങനെ ഈ പൂച്ചെടി മേടിക്കണം വിചാരിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് അവിടെ ഇറങ്ങി. അല്ലെങ്കിൽ ഞങ്ങൾ 3 കൂടി വണ്ടിയിൽ വന്ന ഒരു സ്കൂട്ടിയിൽ. എന്നിട്ട് അത് ഞങ്ങൾ ഈ കുറേ പൂച്ചെടിയും മേടിച്ചു. അപ്പോൾ അതൊക്കെ പിടിച്ചിട്ട് ഞങ്ങൾ എങ്ങനെ വന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല ആ വണ്ടി കയറിയിട്ട്. അപ്പോൾ ഞങ്ങൾ എങ്ങനെയൊക്കെ ഇത് ഇവിടെ എത്തിച്ചു. അപ്പോൾ എത്തിച്ചിട്ട് ഏട്ടനും ചേച്ചിക്കൊക്കെ ഇത് മേടിക്കണം അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് മേടിച്ച് ഒക്കെ മുറ്റത്ത് സെറ്റ് ചെയ്തു. എന്നിട്ട് ചായയുടെയൊക്കെ കഴിഞ്ഞ് അമ്പലത്തിൽ പോയി വന്ന് ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേഗം എൻ്റെ വീട്ടിലേക്ക് വിട്ടിട്ടോ. എനിക്കൊരു കല്യാണം ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ ഞാൻ വീട്ടിൽ പോയിട്ട് കല്യാണത്തിന് വേണ്ടി റിസപ്ഷന് വേണ്ടിയിട്ടാണ് പോയത്. അപ്പം നേരത്തെ കണ്ടത് എൻ്റെ അമ്മയും പിന്നെ എൻ്റെ കസിനുകളാണ് കേട്ടോ കണ്ടത്. അപ്പോൾ വീട്ടിൽ അവിടെയൊക്കെ കല്യാണത്തിന് പോയി വന്നിട്ടില്ല. രാത്രിയത്തെ ഒരു ഇതാണ് കേട്ടോ. രാത്രി ഇവിടെ വന്നപ്പോൾ മന്തി മേടിക്കാൻ പറഞ്ഞു. അപ്പോൾ മന്തി രാത്രിക്ക് ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ മന്തിയായിരുന്നു. പക്ഷേ കല്യാണത്തിന് പോയിട്ട് വയറ് നിറഞ്ഞിട്ട് ഞാൻ വന്നു. അപ്പോൾ ഞാൻ കഴിച്ചൊന്നുമില്ല. അപ്പോൾ ഇന്ന് രാത്രിക്ക് ഇവിടെ